പ്രശാന്തേട്ട, ഈ തോമസ് ചാഴിക്കാടൻ പറഞ്ഞിരിക്കുകയാണ്, അത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹം പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നവകേരള സദസ്സിലെ ശകാരം, അന്ന് അദ്ദേഹം ശകാരം എന്നൊന്നും പറഞ്ഞില്ല, തോൽവിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു ശകാരം തൻ്റെ തോൽവിക്ക്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായി. CPM-ൻ്റെ വോട്ടുകളൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. സാധാരണ തോമസ് ചാഴിക്കാടനെ കുറിച്ച് നമ്മൾ പറയുന്ന അദ്ദേഹം ഒരു പാവം മനുഷ്യനാണ്, അങ്ങനെയൊന്നും പൊട്ടിത്തെറിക്കുന്ന ഒരാളല്ല. പക്ഷേ ഇത്തവണ തോമസ് ചാഴിക്കാടൻ എന്ത് ഭാവിച്ചാണ്? ഒന്നും ഭാവിച്ചല്ല. ഈ മാണി ഗ്രൂപ്പിൽ മാണിക്ക് ശേഷം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞാൽ ശിഥിലമാണ്. മാണി ഇതിനു മുമ്പ് കുറച്ചു കാലം CPM പോയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ മാണി തിരിച്ചു വന്നു, UDF-ലേക്ക് വന്നു. ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മളീ പറയുന്ന മുസ്ലിം ലീഗ് പോലെ ഈ ക്രിസ്ത്യാനികളുടെ ഒരു പാർട്ടി തന്നെയാണ്. അതിനകത്ത് പിന്നെ മുസ്ലിം ലീഗിൻ്റെ കൂട്ട് മുസ്ലിങ്ങൾ മാത്രമല്ലാതെ അതിനകത്ത് വേറെ ജാതിക്കാരും ഉണ്ട്. എന്നാലും അവരുടെ അപ്രമാദിത്വമുള്ളൊരു പാർട്ടിയും മലയോര പാർട്ടിയും സമ്പന്ന പാർട്ടിയൊക്കെയാണ്. അവരുടെയൊക്കെ കോൺഗ്രസിനകത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രാധാന്യമൊന്നും ഇപ്പം ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നില്ല. ഈ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം KM മാണിയുടെ മരണത്തിന് ശേഷം ജോസ് കെ മാണി LDF ചേരാൻ തീരുമാനിക്കുകയും ജോസ് കെ മാണി ചില ലക്ഷ്യങ്ങളോടുകൂടിയാണ് LDF ചേരാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനകത്ത് മാണി ഗ്രൂപ്പിനകത്തും അതിനകത്ത് പൂർണ്ണ താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെ എടുക്കുന്നതിനകത്ത് സംസ്ഥാനത്തുടനീളമുള്ള CPM-നകത്ത് താല്പര്യം ഉണ്ടെങ്കിൽ തന്നെയും ആ കോട്ടയത്തെ CPM-ന് അതിനകത്ത് താല്പര്യമില്ലായിരുന്നു. കാരണം കോട്ടയത്തെ CPM അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾക്ക് ഇവരുടെ ആവശ്യമില്ല, നമ്മൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഇവരെ എതിർത്ത് തന്നെ പാർട്ടി സംവിധാനങ്ങൾ, അതായത് ഈ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഒക്കെ ജില്ലാ പഞ്ചായത്തിലും ഒക്കെ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു. എപ്പോഴും കോൺഗ്രസിന് അപ്പുറം അവിടെ മത്സരിക്കുന്നത് മാണിയും CPM-ഉം തമ്മിലാണ് കോട്ടയം ജില്ലയിൽ. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് പാർട്ടി അവിടെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക. കാരണം കണ്ടമാനം അടിസ്ഥാന വോട്ട് CPM-നുള്ള പ്രദേശമാണ്. വാസവൻ അതുകൊണ്ടാണ് മത്സരിച്ച്. ഈഴവ വോട്ടുകളുടെ ഒരു നല്ല ശതമാനം കോട്ടയം പാർലമെന്റിനകത്തുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഈ 4 ലക്ഷത്തോളം വോട്ട് ഈഴവ സമുദായത്തിലുണ്ട്, ബാക്കി ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടാണ്. അപ്പൊ അതിനകത്തുനിന്ന് കുറച്ച് ഒരു 1, 2, 3% വോട്ട് മാറിയാൽ തന്നെ CPM-നോട് ജയിക്കാവുന്നതേ ഉള്ളൂ. അതിനകത്ത് ഇവരുടെ ഇദ്ദേഹത്തിന്റെ ആവശ്യമൊന്നുമില്ലെന്നാണ് പറഞ്ഞു. പിന്നെ പാർട്ടിയുടെ സംസ്ഥാന ലെവലിൽ ഒരു തീരുമാനമായതുകൊണ്ട് അത് അന്ന് തീരുമാനം എടുക്കുന്നുണ്ട്. പക്ഷേ ഈ തീരുമാനത്തിനകത്ത് ലാഭം ഉണ്ടാവുന്നത് മാണിയുടെ മകന് മാത്രമായിരുന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചിരുന്നത് അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും ഭരണം LDF-ന് കിട്ടുകയും അദ്ദേഹത്തിന് ഒരു മന്ത്രിയാവാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്ന് അദ്ദേഹം 2021 മത്സരിച്ച് ലോകത്താദ്യമായിട്ടാണ് മാണിയെപ്പോലുള്ള ഒരു നേതാവ്, അത് വളരെ ശക്തനായ നേതാവാണ്, ശക്തനായ നേതാവ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകൻ പരാജയപ്പെടുന്നു. ആദ്യം അദ്ദേഹം മരിച്ചതിന് ശേഷം അന്ന് പരാജയപ്പെട്ടു. രണ്ടാമത് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ YLC പരാജയപ്പെട്ടു. പിന്നെ 2021 ഇതിൽ വന്നപ്പോൾ വീണ്ടും പരാജയപ്പെടുന്ന ഒരു അവസ്ഥയായി. അന്ന് എനിക്ക് തോന്നുന്നു LDF-ലായിരുന്നല്ലോ ഇപ്പോഴത്തെ ഇദ്ദേഹം LDF വന്നിട്ടില്ല. വീണ്ടും അദ്ദേഹത്തിന് ആ സീറ്റ് വേണമെന്ന് കണ്ടുകൊണ്ട് അയാൾ ഒരു പാർട്ടി ഉണ്ടാക്കി UDF പോയി. ഞാനീ പറഞ്ഞത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനകത്ത് മാണിയുടെ അപ്രമാദിത്യമായിരുന്നു. മാണി വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുമായിരുന്നു. മാണിയായിരുന്നു UDF-നെ വരെ നിയന്ത്രിച്ചിരുന്നത്. മാണി പറയുന്നതിനപ്പുറം UDF ഉണ്ടായിരുന്നില്ല. കാരണം അതിഗായകനായ നേതാവ് ശക്തമായ പാർട്ടിയായിരുന്നു. കോട്ടയം ജില്ലയിൽ, പത്തനംതിട്ട ജില്ലയിലും അല്ലെങ്കിൽ പല ജില്ലകളിലും അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം, അദ്ദേഹത്തിന് വോട്ടും ഉണ്ടായിരുന്ന ഒരു ആളാണ്. അദ്ദേഹം ആയിരുന്നല്ലോ ഈ അന്നും കേരള കോൺഗ്രസ് ഉണ്ടായതിനു ശേഷം, ഇദ്ദേഹം വന്നതിന് ശേഷം കേരള കോൺഗ്രസിന്റെ എന്നും ഒരു മുഖം മാണി തന്നെയാണ്. അതിനകത്തൊന്ന് പലരും പുറത്തു പോയിട്ടുണ്ട്, വീണ്ടും കൂടി ചേർന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഉണ്ടാക്കിയ കേരള കോൺഗ്രസിൽ നിന്നും ഇത്ര ഒരു ശക്തമായ മാണി യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഇദ്ദേഹത്തിനെ അവിടെ പാലായിലേക്ക് മത്സരിക്കുക. അപ്പോൾ കേരള കോൺഗ്രസ് രൂപീകരിച്ചിട്ട് ഒരാളില്ല, മത്സരിക്കാൻ ആളില്ല. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ പേര് പറയുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ കൊണ്ട് ഇദ്ദേഹം അപ്പോഴത്തേക്ക് കേരള കോൺഗ്രസിലേക്ക് അങ്ങ് മാറി. കോൺഗ്രസ് വിട്ടിട്ട് പിന്നെ അങ്ങോട്ട് മത്സരിച്ച് അദ്ദേഹം ജയിച്ചു. കോൺഗ്രസിനകത്ത് പോലും ഇദ്ദേഹം ഫൈറ്റർ, കോൺഗ്രസിന്റെ മുഖമായിട്ട് വരുന്ന ഒരു നേതാവായിരുന്നല്ലോ ഈ മാണി. അങ്ങനെയാണ് ഈ കോൺഗ്രസുമായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അങ്ങനെ ഒരു ഇത് വന്നാൽ അദ്ദേഹം കേരള കോൺഗ്രസിൽ പോകുന്നത് മാണി. അപ്പൊ അന്ന് തൊട്ടേ ഞാൻ ഈ പറഞ്ഞു വന്നത് മാണിയുടെ ഒരു കരുത്തും അല്ലെങ്കിൽ ജനസ്വാധീനവും ഒന്നും ഈ KM മാണിയുടെ ജോസ് കെ മാണിക്കില്ല. ഈ ജോസ് കെ മാണി KM മാണി മാണി മരിക്കുന്നതിന് മുമ്പ് ജയിച്ചിട്ടുള്ളതല്ലാതെ അതിന് ശേഷം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചിട്ടില്ല. പരിശോധിച്ചാൽ മനസ്സിലാവും. അതിന് ജയിച്ചിട്ടില്ല. എന്നും ഇദ്ദേഹം ജയിച്ചതിന്റെ കെയർ ഓഫ് പോലും മാണിയുടെ കെയർ ഓഫ് ആണ്. ഞാൻ കഴിഞ്ഞൊരു ടോക്കിൽ പറഞ്ഞു, ഞാൻ ആ മണ്ഡലത്തിൽ പോയിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നത് മണ്ഡലത്തിൽ ഈ
മാണിയുടെ പാലായില്. അപ്പോൾ ആ മണ്ഡലത്തിലുടനീളം നമുക്ക് പല കാര്യങ്ങൾക്ക് ചില ബിസിനസ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവിടുത്തെ മുസ്ലിങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാണി സാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ്. ഇയാളെ വിളിക്കുന്നത് അമുൽ ബേബി എന്നാണ്. ഞാൻ തമാശ പറഞ്ഞല്ലേ, അവരൊരു അമുൽ ബേബി, അയാളൊരു അമുൽ ബേബി, അമുൽ ബേബി. പിന്നെ മാണി സാറിനെ ഓർക്കുമ്പോൾ എങ്ങനെ അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ജയിച്ചു വന്നത്. എന്നിട്ട് 2 വട്ടം ജയിച്ചിട്ട് 3ാമത് ജയിക്കുമോ എന്ന് തർക്കം ഉണ്ടായിട്ടാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് പോകുന്നത്. അതൊക്കെ തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ തോറ്റാലും ജയിച്ചാലും മത്സരിക്കേണ്ടതാണ്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ പുറകോട്ട് പോക്കാണ്. അപ്പോൾ ഇപ്പോഴും ഇപ്പം 2ാമത് അപ്പം തോമസ് ചാഴിക്കാടൻ അവിടെ തോക്കുന്ന അവസ്ഥ വന്നു. തോമസ് ചാഴിക്കാടൻ തോക്കുന്ന അവസ്ഥയിൽ നിന്ന് കേരള കോൺഗ്രസ് മാണി ഉണ്ടായിരുന്നെങ്കിൽ ഇനി എത്ര ആയാലും മുസ്ലിം ലീഗ് ജയിക്കുന്നവർ ആ സീറ്റ് ജയിക്കുക. എത്ര തരംഗം ഉണ്ടെന്ന് പറഞ്ഞാലും ആ സീറ്റിന്റെ അപ്രമാദിത്വം, അതായിരുന്നു മാണി ഗ്രൂപ്പിന്റെ വിലയും. ആ അപ്രമാദിത്യമായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ മേഖലയും അദ്ദേഹത്തിന്റെ അപ്രമാദിത്വവും. എവിടെ എന്ത് തരംഗം ഉണ്ടായാലും മാണി ഉണ്ടെങ്കിൽ ആ തരംഗത്തെയൊക്കെ മറികടന്ന് മാണിയുടെ പാർട്ടി ജയിക്കുമായിരുന്നു, അല്ലെങ്കിൽ മാണി ജയിക്കുമായിരുന്നു, മാണി നിർത്തുന്നവർ ജയിക്കുമായിരുന്നു. ഈ അവസ്ഥയിൽ നിന്ന് കേരള കോൺഗ്രസ് പുറകോട്ട് പോയി. ഇപ്പൊ അവിടുത്തെ ഈ പറഞ്ഞ കാര്യമൊക്കെ ശരി. അവിടുത്തെ വോട്ട് പരിശോധിക്കുമ്പോൾ BJPയുടെ അപ്രമാദിത്വത്തിൽ 20% വോട്ട് പിടിച്ചേക്കുന്ന മണ്ഡലം നമ്മൾ കോട്ടയത്താണ്. ഈ 19.7% കേരളത്തിലുടനീളം BJPക്ക് വോട്ട് കിട്ടുമ്പോൾ ആ മണ്ഡലത്തിൽ മാത്രം പരിശോധിക്കുമ്പോൾ 20% വോട്ടാണ്, നിസ്സാരമല്ല. അപ്പം അവിടുത്തെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടുണ്ട്, ഈഴവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ബാക്കി ഈ ഉള്ള ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഈ മാണിയുടെ ഭാഗത്ത് നിന്ന് ക്രിസ്ത്യാനികൾ UDF മനസ്സാണ്. ഞാൻ ഇദ്ദേഹത്തിന് ഈ മാണിയുടെ ചെയർമാനായിട്ടിരുന്ന ഒരു MLA ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ മരിച്ചുപോയ ക്യാൻസർ വന്ന് മരിച്ചുപോയ പലവട്ടം MLA ആയിട്ടുള്ള മറ്റേ ചങ്ങനാശ്ശേരി MLA. ചങ്ങനാശ്ശേരി MLA. അദ്ദേഹത്തിന്റെ ഒരു PA ഉണ്ടായിരുന്നു, നമ്മുടെ റോയ് എന്ന് പറയുന്നത്, സംസ്ഥാന കമ്മിറ്റി ഒക്കെ. CF തോമസിന്റെ PA നമ്മുടെ പത്തനംതിട്ട ജില്ലക്കാണ്, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്ത് റോയ് ചാൻ എന്ന് പറയും. റോയ് ചാനൊക്കെ ഇപ്പം മറ്റേന്റെ കൂടെ എൻ്റെ അടുത്ത് എപ്പോഴും കാണുമ്പോൾ പുള്ളി അടി വരുമ്പോൾ എന്നെ കണ്ടേ, ഞങ്ങൾ പുള്ളിക്ക് പ്രായമുണ്ടെങ്കിൽ നമുക്ക് സുഹൃത്തുക്കളാണ് പറയടാ, നിവൃത്തികേട് കൊണ്ട് നിൽക്കുക, മനസ്സുകൊണ്ടല്ല നിൽക്കുന്നേ. എവിടെ പുള്ളി ഇപ്പൊ LDFിലല്ലേ? ഇപ്പൊ LDFിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കാര്യം പറയുക, മനസ്സുകൊണ്ടല്ല നിൽക്കുന്നത്. മനസ്സ് മൊത്തവും UDFിന്റെ കൂടെ, ശരീരം കൊണ്ട് ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുകയാണ്. ഈ ഒരു മാനസികാവസ്ഥയിലാണ് അതിന്റെ പ്രവർത്തകർ മൊത്തം താഴെത്തട്ടിലോട്ട് പറഞ്ഞ ശരി. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ അവർക്ക് ആദ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുമായിരിക്കും ആദ്യ തുടക്കത്തിൽ. ഇപ്പൊ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അവർ UDFിന്റെ ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ UDFിന് വോട്ട് ചെയ്യാനാണ് മാണി ഗ്രൂപ്പിനകത്തുള്ള ആ അണികൾ തയ്യാറായിരിക്കുന്നത്. അപ്പം ഇപ്പൊ ഈ കാലാവസ്ഥ എല്ലാം കൂടെ മാറുമ്പോൾ ഈ ക്രിസ്ത്യാനികൾക്കും BJPയുടെ ഒരു അടുപ്പം വരികയും ഈ CPMന്റെ വോട്ട് BJP വോട്ടായിട്ടൊക്കെ മാറുകയും, അപ്പൊ അന്ന് തോമസ് ചാഴിക്കാടൻ തോക്കുമെന്ന് നമ്മളന്ന് പറഞ്ഞല്ലോ. തോമസ് ചാഴിക്കാടൻ തോറ്റു. ഇനി അവിടെ മാണിയുടെ സീറ്റിൽ ഈ മാണി LDFിന്റെ കൂടെ നിന്നാൽ വീണ്ടും ജയിക്കണമെന്നൊന്നുമില്ല. കാരണം LDFുകാര് മാണിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിൽ കോട്ടയം ജില്ലയിൽ LDFുകാർ എടുത്തപ്പോഴും പോയിട്ടില്ല, ഇപ്പൊ പൂർണ്ണമായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ മുനിസിപ്പാലിറ്റിക്കകത്തൊക്കെയുള്ള വിഷയങ്ങൾ കണ്ടില്ലേ. അപ്പൊ ഞാനീ പറഞ്ഞത് തോമസ് ചാഴിക്കാടന്റെ മുറുമുറുപ്പ്, അതിനകത്തൊരു കൂറുമുന്നണി രൂപപ്പെടുന്നതിന്റെ മുറുമുറുപ്പ് തന്നെയാണ്. തോമസ് ചാഴിക്കാടന്റെ ഇമേജ് ഉള്ള തോമസ് ചാഴിക്കാടൻ വേറെ പാർട്ടി ഉണ്ടാക്കി പോകുമ്പോൾ പോകത്തില്ല. അദ്ദേഹം ഇതിനകത്ത് പോയപ്പോ UDFിലോട്ടോ അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിൽ പുതിയ ഉണ്ടാകും. ഇപ്പൊ പിളർത്തിക്കൊണ്ട് പോകാനുള്ള കരുത്തൊന്നും അത്രയ്ക്ക് ശക്തമായിട്ടൊന്നും അല്ല തോമസ് ചാഴിക്കാടനല്ല. നിങ്ങളൊരു സാധനം പിളർത്തുമ്പോൾ അതിനൊരു കരുത്തുണ്ടാവണമല്ലോ. പിളർത്താൻ പറ്റിയ പണ്ട് മാണി നിന്നത്തിന്റെ അത്രയും കരുത്തൊന്നും ഇപ്പൊ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതിനകത്തു നിന്ന് വേറെ ഇപ്പം മറ്റേ ഗ്രൂപ്പിലോട്ട് പോവാം, അല്ലെങ്കിൽ അതിർത്തി ഉണ്ടെന്ന് അറിയിക്കാം. മനസ്സിലായില്ലേ? ശരിക്കും പറഞ്ഞാൽ തോമസ് ചാഴിക്കാടൻ അന്ന് ഇദ്ദേഹത്തിന്റെ ജാഥ വന്ന സമയത്ത് തോമസ് ചാഴിക്കാടനെ പരസ്യമായിട്ട് ആക്ഷേപിക്കുന്ന ഒരു അവസ്ഥ പിണറായി ഉണ്ട്. ഇദ്ദേഹത്തിന് അറിയത്തില്ലേ ജാതി എന്തിൻ്റെയാണെന്ന്, ഒരു ജനറൽ പ്രതിക്ക് അറിയാത്ത ആളാണ് വിശദീകരിക്കാൻ ഇരിക്കുന്നൊക്കെ പറഞ്ഞു. അതിന് മറുപടി പറയാൻ പോലും കരുത്തില്ല സംസ്ഥാന പ്രസിഡന്റ്. പണ്ടാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഏത് പാർട്ടിക്കകത്ത് നിന്നാലും മാണി അതിന് മറുപടി പറയും. പാർട്ടി എന്നുള്ള രീതി മറുപടിയാകും. ജോസ് കെ മാണിക്ക് അതിന് മറുപടി പറയും. ജോസ് കെ മാണി നിൽക്കുന്നത് ജോസ് കെ മാണിന്റെ സ്ഥാനമാനത്തിന് വേണ്ടി മാത്രമാണ്. ഈ പ്രാവശ്യവും അദ്ദേഹത്തിന്റെ രാജ്യസഭ MP ആവേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ രാജ്യസഭ MP ആക്കി, പറഞ്ഞ ശരിയല്ലേ? അപ്പം അദ്ദേഹത്തിന്റെ സ്ഥാനമാനത്തിന് വേണ്ടി പാർട്ടിയെ പോലും ബലി കൊടുത്ത് പാർട്ടിയുടെ അടിസ്ഥാന കാര്യങ്ങൾ പോലും പരിശോധിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് മാണി ഗ്രൂപ്പ് പോയിരിക്കുകയാണ്. നമ്മൾ ഒരു ടോക്ക് ഷോയിൽ പറഞ്ഞതുപോലെ 25-ന് ശേഷം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇതിന്റെ അവസ്ഥ മോശമാണെന്ന് പറഞ്ഞു. പക്ഷേ രാജ്യസഭാ സീറ്റ് കൊടുത്തു. പക്ഷേ ഈ രാജ്യസഭാ സീറ്റ് കൊടുത്തുകൊണ്ട്
മാണി ഗ്രൂപ്പിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാണി ഗ്രൂപ്പിന്റെ അവസ്ഥ വളരെ മോശമാണ്. മാണി ഗ്രൂപ്പിന് പ്രയോജനം അല്ലെങ്കിലും ജോസ് കെ മാണിക്ക് പ്രയോജനം. തെരഞ്ഞെടുപ്പ് മത്സരിച്ചാൽ തോറ്റു. അപ്പൊ അല്ല 6 കൊല്ലത്തേക്ക് എം പി ആയിട്ടിരിക്കാം. പക്ഷെ അതിനുശേഷം പ്രളയമാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പാർട്ടിയുടെ അടിത്തറ വളരെ മോശമായി. അത് CPM-ന്റെ അടിത്തറ ഇളകുന്നതിനെക്കാട്ടി മോശമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഒരിക്കലും ചേരാൻ പാടില്ലാത്ത സാധനങ്ങൾ തമ്മിലാണ് ചേർന്നിരിക്കുന്നത്. പിന്നെ CPM-ന്റെയും BJP-യുടെയും ഒക്കെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘടകകക്ഷികളെയൊന്നും വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് പോകുന്ന ഒരു കാര്യമില്ല. അവരാവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം ആവശ്യം വലിച്ചെറിയുന്ന നാമാവശേഷമായി പോകുന്ന രീതി. അങ്ങനെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് തന്നെ ജോസ് കെ മാണിയുടെ പാർട്ടി കോട്ടയത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ അതിൻ്റെ അവസ്ഥ അത് തന്നെയാണ്.